ഹലോ ഡിയേഴ്സ്, ആര്യം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം ഉണ്ടല്ലോ, ഈ കമ്പനിയിൽ കാണുന്നത് പോലെ ഒരു കിഡ്സ് ഫ്രോക്കിനെ എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് പിന്നെ കുത്തിക്കൊള്ളാത്ത രീതിയിലൊക്കെ സിബ് വെച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 2 പീസ് ലൈനിങ്ങും 2 പീസ് നല്ല മെറ്റീരിയലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും അതിൻ്റെ നല്ല പുറം മുഖം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് നല്ല പുറം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് പോർഷൻ മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ, അതാണ് കാണിച്ചു തരുന്നത്. സിബ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് എങ്ങനത്തെ സിബ്ബാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഹിഡൻ സിബ്ബാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഒരു 2 ഇഞ്ച് വീതി മാത്രമാണ് ഞാൻ ആ ഒരു പീസിന് കൊടുത്തിരിക്കുന്നത്. അതിനെ മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മേലത്തെ പോർഷൻ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു തുമ്പ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു തുമ്പ് വശം ഉണ്ടല്ലോ, ഒന്ന് ആ ഒരു 2 ഇഞ്ചിനെ ഫോൾഡ് ചെയ്ത് ആ അളവ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. എന്നിട്ടൊന്ന് മറിച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ആ മൂലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. ശേഷം അതിനെ മറിച്ചിട്ടതിന് ശേഷം ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഒന്ന് അടുപ്പിച്ച് വെച്ച് ആ മൂലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്നുള്ള എനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്നുള്ളൂ. അപ്പോൾ 2 പീസ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയോ? നമ്മൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ മേലെന്ന് ഒരു 4 ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴുത്തിൻ്റെ പോർഷനാണ്, വീനെക്കാണ് നമ്മളവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീനെക്കിന് ആ 2 പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണമല്ലോ, അതിന് 4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് കണ്ട് ഈ പീസൊന്ന് ഞാൻ സെറ്റാക്കി കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെയും നല്ല മെറ്റീരിയലിൻ്റെയും നടുക്കായിട്ടാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത 2 ഇഞ്ച് വിടത്തിലുള്ള ആ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത്. 2 ഇഞ്ചിനെ മടക്കിയെടുത്തപ്പോൾ 1 ഇഞ്ച് ആയിട്ടുണ്ടല്ലോ, ആ പീസിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ സിബ് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് തീരെ ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേനും മേത്ത് കുത്തിക്കൊള്ളുന്നു, നൂല് കൊള്ളുന്നു എന്നുള്ള ആ ഒരു പരാതിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കഴുത്തിൻ്റെ പോർഷനും കൂടി നമ്മളൊരു 4 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ നമുക്കതിൻ്റെ കൂടെ തന്നെ കഴുത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ഷോൾഡറും ബാക്കിയുള്ള ഭാഗമാണല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ സിബും അതുപോലെ തന്നെ കഴുത്തും നമ്മൾ ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, അത് നമ്മളൊന്നിങ്ങനെ വി കട്ട് കൊടുത്തേക്കാണ്, ജസ്റ്റ് ഒന്നൊരു വി നോച്ച് കൊടുത്തേക്കാണ്. എന്നിട്ടൊന്ന് മറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ പോർഷനും സിബ് വയ്ക്കാനുള്ള പോർഷനും ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? അതങ്ങനെ ഞാൻ ഒന്ന് മടക്കി കാണിക്കുന്നതാണേ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നെക്കും ആ സിബ് വയ്ക്കേണ്ട ഒരു പോർഷനും നല്ലൊരു പക്ക ലുക്കിൽ കിട്ടും. ഞാനപ്പോൾ സിബ് വെച്ച് കാണിക്കുകയാണ്. ആ ഒരു പീസിൻ്റെ ഒപ്പത്തിന് വെച്ച് സിബ് നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആ അരികെ ചേർത്ത് വെക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചെറിയ പീസ് വെച്ചേക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ബോഡി പോർഷൻ്റെ പീസും തമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു വരമ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ വരമ്പിനോട് ചേർത്ത് വെച്ചാണ് ഇപ്പോൾ ഞാൻ ആ സിബിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തിരിക്കുന്നേ. സ്റ്റിച്ച് നമ്മളൊന്ന് കണക്കാക്കേണ്ട കാര്യമില്ല, നമുക്ക് അരികെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ അടുത്ത പീസ് എടുത്ത് ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സിബിനെ എങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി അതെങ്ങനെ വെക്കുന്നു ആ രീതിയിലൊന്ന് വെച്ചിട്ട് ആ സിബിനൊന്ന് മറച്ചു കൊടുക്കുകയാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്ന പാകത്തിന്. അപ്പോൾ അവിടെ ആ വരമ്പിനോട് ചേർത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ മേലത്തെ പോർഷൻ ആ ഒരു പീസിൻ്റെ ലെവൽക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ. അതുപോലെ തന്നെ ഇവിടെയും അരികെ ചേർത്ത് അടിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ സിബ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പ്രസ് ചെയ്തെടുക്കണമല്ലേ, നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പ്രഷർ ഫൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രഷർ ഫൂട്ട് ഭംഗിയായിട്ട് കണ്ടോളൂ. അപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു ഒന്ന് ബാക്കടിച്ച് കണ്ടേക്കേ. അപ്പോൾ ആ ഒരു പ്രഷർ ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ അരിക്ക് ചേർന്ന് അടിച്ചു പോരാണ്. എത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തീരൂല കേട്ടോ. നമ്മൾ കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ഫിനിഷിങ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയും ക്ലീനായിട്ട് നമുക്ക് ആ അരികെ ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ പ്രഷർ ഫൂട്ടിനെ നമ്മൾ സിപ്പർ ഫൂട്ടെന്നോ
പൈപ്പിംഗ് ഫുട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. ഇതുപോലെ തന്നെ വേറൊരു സിബിൻ്റെ വീഡിയോ കൂടി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ സിബ് മേലേക്കൊന്ന് വലിച്ച് നോക്കാം. എവിടെയും കുടുങ്ങുന്നൊന്നുമില്ലല്ലോ, ക്ലീനായിട്ട് നമുക്ക് സിബ് വലിച്ച് കയറ്റിയിടാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ദാ ബാക്കി ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളിലെ ഭാഗം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഭംഗിയായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കണം. അതും ഹെം ചെയ്യാതെ നമ്മുടെ സ്വന്തം മെഷീനിൽ വെച്ച് തന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ആ മേലെ ഉണ്ടല്ലോ, ആ സിബ് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷൻ, അത് നമുക്കൊന്ന് ഹുക്ക് വെച്ചെടുക്കാം കേട്ടോ അവിടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാ ഞാൻ ആ ലൈനിങ്ങമ്മേ ആ ചെറിയൊരു സിബ് വെച്ച് കൊടുത്ത ആ പീസിനെ അടിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു സൈഡ് അടിച്ചു, അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെച്ചിട്ട് അപ്പുറേ സൈഡും കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ആ ഫിനിഷിങ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലെന്ന്. അത് നിങ്ങളും ചെയ്ത് നോക്കണം. എന്നാലാണ് നമുക്ക് ഫിനിഷിങ് ഭംഗിയായിട്ട് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റിച്ചും കഴിയുമ്പോൾ നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെർഫെക്ഷനൊന്നും എങ്ങനെയുണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി എന്താണ് പണിയുള്ളത്? ആ സിബിൻ്റെ താഴെ വശം ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് അടിച്ച് നിർത്തണം കേട്ടോ. നമ്മൾ അവിടെ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. സിബ് എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മേലേക്ക് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് അവിടെ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാൻ. 4 സൈഡും ബാക്കിയുള്ള സൈഡൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഫ്രണ്ടിലെ ബോഡി പോർഷനും അതുപോലെ തന്നെ സ്കേർട്ടും എല്ലാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും ബായ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.